ഭക്ഷണമൊന്നും വാങ്ങിച്ച് ദയവ് കൊടുക്കരുത്. പിള്ളേർക്ക് ലേസ്, പിന്നെ എന്തോ ഇപ്പോഴും അറിയില്ല ഐസ്ക്രീം, ഇതൊന്നും കഴിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ? ലേസ് കഴിക്കുന്ന എത്ര പേരുണ്ട്? കടയിൽ ലേസ് വാങ്ങിച്ച് കഴിക്കുന്നവര്? കൈവൊക്കെ ഒരുപാടുണ്ടല്ലോ. ലേസ് ഒന്നും വാങ്ങിച്ച് കഴിക്കരുത്. ലേസിന്റെ കമ്പനിക്കാർ എന്നെ ചീത്ത പറയുമെന്ന് വെച്ചിട്ട് എന്റെ പേരിന് കംപ്ലൈന്റ് ചെയ്ത് കൊടുക്കും. ലേസ് ഒന്നും പുറത്തുനിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും എന്റെ ചേച്ചിയുടെ മോനെടുത്ത് ഞങ്ങൾ അങ്ങനെ ശീലിപ്പിച്ച് കൊണ്ടുപോകും. പുറത്തിറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ഒന്നും മേടിച്ചല്ല എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അവനെ പുറത്ത് കൊണ്ടുപോകുന്നതൊക്കെ. അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പിള്ളേരുടെ ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിങ്ങൾ തന്നെ പാകം ചെയ്ത് ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പാല്, മുട്ട, അങ്ങനെ എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾ എത്ര കരഞ്ഞാലും ദയവ് ചെയ്ത് പുറത്തുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാതെ ഇരിക്കണം. വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, എല്ലാം പറയരുത്. എങ്ങനെയാ അമ്മ പറയും നമുക്ക് പുറത്തേക്ക് ഭക്ഷണം കഴിക്കാം, അങ്ങനെയല്ലേ? അതാണ് കുട്ടികളുടെ പ്രശ്നം. നിങ്ങൾ കഴിച്ചോ, കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഇടയ്ക്കിടെ പോയി കഴിച്ചോ. കുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക. പിന്നെ ടീച്ചേഴ്സൊക്കെ ഉണ്ട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ. എന്നാലും ഉപരി കൂടുതലും അവർ പാരന്റ്സ് പറഞ്ഞായിരിക്കും ചിലപ്പോൾ കൂടുതലും കേൾക്കുന്നതായിരിക്കും അല്ലേ? അതെങ്ങനെ ആണോ? ടീച്ചർ പറയുന്നതാണോ നിങ്ങൾ കേൾക്കുന്നത്? പാരന്റ്സ് പറയുന്നതാണോ കേൾക്കുന്നത്? അപ്പൊ ടീച്ചർ പറയുന്നതാണോ? അപ്പൊ അതാണ് അവിടെ നിന്ന് പാരന്റ്സ്. വീട്ടുകാർ പറയുന്നത് ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കണം കേട്ടോ. പിന്നെ നിങ്ങളെ പുതിയ പ്രിൻസിപ്പൾ വന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് സന്തോഷമായില്ലേ? നിങ്ങൾ ഇവിടെ നാട്ടിലൊരു ആൺതരിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നെടുംതൂണാണ് ഈ പ്രിൻസിപ്പൾ. അപ്പൊ എല്ലാവരും റെസ്പെക്ട് ചെയ്ത് സാറിന് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ സാറിനെ പറയാം. സാർ എനിക്ക് തോന്നുന്നു നല്ലൊരു മനസ്സാണ്, സാർ എന്ത് പറഞ്ഞാലും സാർ ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഒരു പാവപ്പെട്ടൊരു സാറാണ്. മുമ്പോട്ടേ ടീച്ചർ പാവമെന്നല്ല ഞാൻ പറയുന്നത്, നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. എന്നാലും എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷത്തിനിടയിൽ ഇങ്ങനൊരു ഒരു സാറ് പ്രിൻസിപ്പൾ വന്നത് എല്ലാവർക്കും നല്ല സന്തോഷമുള്ള കാര്യമായിരിക്കും. പിന്നെ കുറച്ചും കൂടെ, കാരണം നമുക്കറിയാമല്ലോ, കുറച്ചും കൂടെ സാറെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ സാർ? അപ്പൊ സാറിന് എൻ്റെ എല്ലാവരുടെ ആശംസകളും നേരെയാണ്. അപ്പോൾ ഇങ്ങനൊരു സ്കൂൾ നയിച്ചു കൊണ്ടുപോകുന്നത് സാറും പിന്നെ ഈ സ്കൂളിന്റെ എല്ലാ മെമ്പേഴ്സാണ്, ടീച്ചർ പ്രസിഡന്റ്, അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും നേരെയാണ്. അപ്പൊ എനിക്ക് പോകാൻ സമയമായി. അപ്പം വേറെ എനിക്ക് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? അതിനല്ല, അതില്ല, സമയമില്ല. സുഖമല്ലേ? സുഖമല്ലേ? എന്നെ മനസ്സിലാവും. തീർച്ചയായും ആരാ? കൊച്ചുമകനാണോ?